അർബൻ നിധി തട്ടിപ്പ് കേസിലെ പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്ത് ലേലത്തിൽ വെച്ച് പണം കണ്ടെത്തും. അർബൻ നിധിയുടെ കണ്ണൂർ ഓഫീസ് സാമഗ്രികളും പ്രതികളുടെ പേരിൽ ഉള്ള കാറുകളുമടക്കം ലേലം ചെയ്യും. ഈ മാസം 21-നാണ് അർബൻ നിധിയുടെ ഓഫീസിൽ ലേലം നടക്കുക. 20 കോടിയിലധികം രൂപയാണ് നിക്ഷേപകർക്ക് കിട്ടാനുള്ളത്. ജോലിയും ഉയർന്ന നിക്ഷേപവും വാഗ്ദാനം ചെയ്ത് കണ്ണൂർ അർബൻ നിധിയുടെ പേരിൽ നടന്നത് വൻ കൊള്ള. 2019 മുതൽ തുടങ്ങിയ അർബൻ നിധിയുടെ തട്ടിപ്പിൽ പെട്ടുപോയത് നൂറുകണക്കിന് ആളുകൾ. തുടക്കത്തിൽ ഉയർന്ന പലിശയും ജോലിയും ശമ്പളവുമൊക്കെ നൽകി വിശ്വാസം ആർജിച്ചാണ് ഡയറക്ടർമാർ തട്ടിപ്പ് നടത്തിയത്. 2023 മുതൽ ഈ തട്ടിപ്പ് സംഘം മുങ്ങി. അന്നു മുതൽ നിയമ പോരാട്ടത്തിലാണ് നിക്ഷേപകർ. അർബൻ നിധി ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചാണ് നിക്ഷേപകർ നിയമ പോരാട്ടം നടത്തിയത്. അന്വേഷണ സംഘം കണ്ടുകെട്ടിയ സാധന സാമഗ്രികൾ ലേലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജപ്തിയിലേക്കും ലേലത്തിലേക്കും കാര്യങ്ങൾ നീണ്ടത് നിക്ഷേപകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് അർബൻ നിധി ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി CN രാധാമണി പറഞ്ഞു. നമ്മൾ ഇപ്പോൾ ഇവരുടെ സ്വത്തുക്കൾ, അതായത് വീടുകളൊക്കെ ജപ്തി ചെയ്യാൻ കോടതി ഓർഡർ ഇട്ടതാണ്. അതിൻ്റെ നടപടികളിൽ നടന്നുകൊണ്ടിരിക്കണം. മലപ്പുറം കലക്ടറേറ്റും അതുപോലെ അവിടുത്തെ ജീവനക്കാരും നമുക്ക് സപ്പോർട്ടുണ്ട്. അവർ നമ്മൾ എത്രയും പെട്ടെന്ന് അവരുടെ സ്വത്തുവകകൾ വിൽപ്പനയ്ക്ക് ലേലം ചെയ്യാൻ വെക്കുന്നതാണെന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. 20 കോടിയോളം രൂപയാണ് നിക്ഷേപകർക്ക് കിട്ടാനുള്ളത്. അത് കിട്ടും വരെ അസോസിയേഷൻ പോരാട്ടം തുടരുമെന്നും രാധാമണി പറഞ്ഞു. കോടതി മുഖേനയാണ് നമുക്ക് ഈ സ്വത്തുക്കൾ എല്ലാം വിറ്റ് കിട്ടിയാൽ മാത്രമാണ് നമ്മളുടെ അസോസിയേഷനിൽ 20 കോടി രൂപയോളം നമുക്ക് കിട്ടാനുണ്ട്. അത് കിട്ടുമെന്നാണ് ഉള്ള പ്രതീക്ഷ. അതുപോലെ ഇതിലൊരു പ്രധാന പ്രതി ഒരു ആൻ്റണി സണ്ണിയുടെ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ട് ഗുരുവായൂരാണ്. ആ ഗുരുവായൂരിലെ റിസോർട്ട് വിറ്റാലും നമുക്ക് പൈസ, നമ്മുടെ അസോസിയേഷന് വേണ്ട പൈസ അതിൽ നിന്നും കിട്ടും. ഈ മാസം 21 രാവിലെ 11 മണിക്കാണ് കണ്ണൂർ അർബൻ നിധി ഓഫീസിൽ ലേലം നടക്കുക. ഓഫീസ് സാമഗ്രികളും വാഹനങ്ങളുമാണ് കണ്ടുകെട്ടി ലേലത്തിന് വെച്ചത്. സോഫ സെറ്റുകൾ, വാതിലുകൾ, ക്യാബിനുകൾ, ടേബിളുകൾ, കസേരകൾ, ഷെൽഫുകൾ, CCTV ക്യാമറകൾ, പ്രിന്ററുകൾ, ടെലിവിഷൻ, മോണിറ്റർ, പ്രൊജക്ടർ, ATM സ്വൈപ്പിംഗ് മെഷീൻ തുടങ്ങി ഓഫീസ് സാമഗ്രികളാണ് ലേലത്തിൽ വെക്കുന്നത്. പ്രതികളുടെ ആഡംബര കാറുകളും കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതും ലേലം ചെയ്യും. തൃശൂർ സ്വദേശി ഷൗക്കത്താണ് കേസിന്റെ മുഖ്യ സൂത്രധാരൻ. കൂട്ടുപ്രതിയായ ആന്റണി സണ്ണിയും കോടികൾ തട്ടിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കണ്ണൂർ ടൗൺ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിന്നാലെ കേസ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറി. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തിയിരുന്നു. പ്രധാന പ്രതികളെല്ലാം ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. പ്രതികളുടെ വീടും സ്ഥലവും അടക്കം കണ്ടുകെട്ടി ലേലം ചെയ്യണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. തട്ടിപ്പിലൂടെ കോടികളാണ് അർബൻ നിധിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഡയറക്ടർമാർ കൊണ്ടുപോയത്. ആ പണമൊക്കെ തിരിച്ചു പിടിക്കാനുള്ള നിയമ പോരാട്ടമാണ് അർബൻ നിധി ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ നടത്തിയത്. അതിനൊപ്പം അന്വേഷണ സംഘവും കൃത്യമായ അന്വേഷണം നടത്തിയതിലൂടെ ജപ്തി നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് അധികൃതർ. തങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഡെപ്പോസിറ്റർമാർ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.